ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ചിൽ പാകിസ്ഥാന്റെ നാണംകെട്ട തോൽവിയെക്കുറിച്ച് എത്ര പറഞ്ഞിട്ടും പാകിസ്ഥാനികൾക്ക് മതിവരുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ പാക് പോരാട്ടത്തിന് രാഷ്ട്രീയ മാനവും കൈവന്നിട്ടുണ്ട്. പാകിസ്ഥാനികളെ സംബന്ധിച്ച് അവർ ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ പോരാളികളെ ഇറക്കിയതുപോലായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നാട്ടുകാർ വിലപിക്കുന്നത് ഇവന്മാർ പെണ്ണ് പിടിച്ചു നടന്ന് തങ്ങളെ കൂടെ നാണം കെടുത്തുകയാണെന്നാണ്. അങ്ങനെ 2020 ലോകകപ്പിൽ ഇന്ത്യയോടേറ്റ കനത്ത തോൽവിയിൽ പാകിസ്ഥാനിൽ അമർഷം പുകയുകയാണ്. അതേസമയം ബലൂച്ചികളും അഫ്ഗാനികളും ഇന്ത്യയുടെ വിജയം ആഘോഷമാക്കി. പാകിസ്ഥാനിലെ ജനങ്ങൾ മാത്രമല്ല, ടീമിനെ വിമർശിച്ച് മുൻ താരങ്ങളും രാഷ്ട്രീയ നേതൃത്വവും രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യയോടേറ്റ തോൽവിയെ കേവലം കായിക പരാജയമല്ല, മറിച്ച് രാജ്യത്തിന്റെ അന്തസ്സിനേറ്റ ആഘാതമായാണ് പാക് സൈന്യം വിലയിരുത്തുന്നത്. ടീമിന്റെ മോശം തയ്യാറെടുപ്പിലും PCBയുടെ വീഴ്ചകളിലും സൈനിക നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ്. ഇത്തരം ആശങ്കകൾ പ്രധാനമന്ത്രിയുടെ സൈനിക സെക്രട്ടറി വഴി അസിം മുനീർ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ അറിയിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സൈന്യത്തിന്റെ അതൃപ്തി കണക്കിലെടുത്ത് മൊഹിസിൻ നഖ്വിയെ PCB ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പ്രധാനമന്ത്രി ആലോചിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഹിസിൻ നഖ്വി അനാവശ്യമായി തന്റെ പേര് വലിച്ചിഴച്ചതിലും അസിം മുനീറിന് അതൃപ്തിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് PCBക്ക് ICC താക്കീത് നൽകിയിരുന്നു. ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് താനോ പാക് സർക്കാരോ ഭീഷണികളെ ഭയക്കുന്നില്ലെന്നും ഫീൽഡ് മാർഷൽ അസിം മുനീർ ഒരിക്കലും ഭയപ്പെടില്ല എന്നും നഖ്വി പറഞ്ഞിരുന്നു. ഇതിനാലാണ് അസിം മുനീർ പ്രധാനമന്ത്രിയെ അതൃപ്തി അറിയിച്ചത്.